ശ്രുതിലയ മാധുര്യത്താൽ മനസ്സ് കവർന്ന മിടുക്കൻ പാട്ടുകാരൻ അബിൻ. So let's welcome Abin on stage. അബിൻ കുട്ടാ, എന്തോ നിന്നെ കാണാൻ ഒരു 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 ഗൗരവം ഉണ്ടല്ലോ ഇന്ന്. ഒരു ഒരു എന്താ ഒരു സ്പോർട്സ് ഇൻ ചെയ്തിട്ട് മറ്റേ ടെന്നീസ് ഷൂ ഒക്കെ ഇട്ട് കയ്യിലൊരു ക്രിക്കറ്റ് ബാറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഷട്ടിൽ ബാറ്റോ കൊടുത്തു കഴിഞ്ഞാൽ ബാഡ്മിന്റൺ കിട്ടിയിരുന്നു. അന്ന് കിട്ടിയില്ലേ? അറിയാമോ കളിക്കാന്? വെറുതെ തട്ടുക, അല്ലാതെ റൂൾസ് ഒക്കെ അനുസരിച്ച് കളിക്കാൻ അറിയില്ല. അതിന് പ്രത്യേകിച്ച് റൂളൊന്നും ഇല്ല. അപ്പുറത്തുനിന്ന് ഒരാൾ അടിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അടിച്ചു കൊടുക്കുക. ബൗണ്ടറിക്ക് അപ്പുറത്ത് പോകരുത്, ആ വരയ്ക്ക് അപ്പുറത്ത് പോകരുത്. ഫസ്റ്റ് സർവീസ് നടത്തുമ്പോഴത്തേക്ക് കറക്റ്റ് അതിനകത്ത് തന്നെ വേണം. ഇതൊക്കെ ഞാൻ ഒരുപാട് കളിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ പറയും. ഇങ്ങനെയൊക്കെ ഒരുപാട് റൂൾസ് ഒക്കെ ഉണ്ട്. നീ പറഞ്ഞ ശരിയാണ്. അപ്പൊ മോൻ പാടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് റിലാക്സ്ഡ് ആവണം. എനിക്കിതിൽ 100 കിട്ടുമോ അല്ലെങ്കിൽ 97 കിട്ടുമോ 98 കിട്ടുമോ ഒന്നും വേണ്ട. ഏത് പാട്ടാണ്? നല്ല പാട്ടാണ്. വെരി ഗുഡ്, വെരി ഗുഡ് സോങ്. ഈ സമയത്ത് ഞാൻ വേണു നാഗവള്ളി ചേട്ടനെ ഞാൻ ഓർക്കുന്നു, സ്മരിക്കുന്നു. കാരണം അദ്ദേഹം ഒരു വലിയ എഴുത്തുകാരനും പാട്ടുകാരനും ഡയറക്ടറുമായിരുന്നു, അഭിനേതാവുമാണ്. ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് അഗ്നിദേവൻ. ഇത് പ്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ സ്വന്തം ജ്യേഷ്ഠ സഹോദരനായ ആനന്ദേട്ടനാണ്. ആനന്ദേട്ടൻ ഒറ്റപ്പാലത്താണ്. ഹായ് ആനന്ദേട്ട. എന്തോ എന്തൊക്കെയുണ്ട്? എനിക്ക് സുഖം. ശരത്തങ്ങളുടെ സുഖല്ലേ? അതെ, എനിക്ക് തരാനാണോ ശരത്തങ്ങളെ? പിന്നെ ഇത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത് അവിടെ. മക്കളിപ്പോ ഇനി ഏതാ എക്സാം നടക്കുന്നത്? അത് വളരെ അത് കാര്യമില്ല. SSLC ആണ് മുഖ്യം. അത് ഈ കുഞ്ഞ് പരീക്ഷ എഴുതാൻ പോയില്ല. നമ്മുടെ ഇവിടുത്തെ ഗന്ധർവ ഗായകൻ ജൂനിയർ, ആ കുഞ്ഞിനൊരു ഒരു പ്രൈസ് കൊടുത്തില്ലെങ്കിൽ അതൊരു നല്ല പരിപാടിയല്ല. പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മക്കൾക്ക് ഇത് ഗുണം ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തോടെ ഞങ്ങൾ ഫ്ലവേഴ്സ് TVയുടെ സമ്മാനമാണ്. ഓൾ ദി ബെസ്റ്റ്. ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസവും ഉണ്ട് ഇതിൽ കേട്ടോ, സ്നേഹവും ഉണ്ട്. ആഹാ, സൂപ്പർ സൂപ്പർ. വെച്ചു ഉഗ്രായിട്ട് പരീക്ഷ എഴുതുക. തകർത്തു, ഞാൻ എഴുതി എന്ന് പറയണമോ? അസാധ്യമായിട്ട് എഴുതാൻ പറ്റട്ടെ മോനെ കേട്ടോ. ഇനി പാട്ട് പാടാനില്ലേ? പാടിക്കോടാ, ചാൻസ് മുതലാക്ക്. ഓൾ ദി ബെസ്റ്റ് മോനെ. അപ്പൊ അഭിനയ് ഓൾ ദി ബെസ്റ്റ്. നന്നായി പാടൂ. ഓ താങ്ക് യു. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ, ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ. തങ്കമുരുകും നിൻ
തെച്ചിപ്പൂഞ്ചൊപ്പിൽ തത്തും ചുണ്ടിന്മേൽ ചുംബിക്കുമ്പോൾ ചെല്ലക്കാറ്റേ കൊഞ്ചുമ്പോ എന്തിനീ നാണം തേനിളം നാണം നിലാവിൻ്റെ നീലഭസ്മ കൊറിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ മേടമാസ ചൂടിലെ നിലാവും തേടി നാട്ടുമാവിൻ ചോട്ടിൽ നാം വന്നിരിക്കുമ്പോ കുഞ്ഞു കാറ്റിൻ ലോലമാം കുസൃതി കൈകൾ നിന്റെയോമൽ പാവാട തുമ്പുലയ്ക്കുമ്പോ ചാഞ്ചക്കം ചെല്ലക്കൊമ്പിൽ ചിങ്കാരച്ചേലിൽ മെല്ലെ താഴമ്പൂവായി തുള്ളുമ്പോ നീ എനിക്കല്ലേ നിൻ പാട്ടിനിക്കല്ലേ നിലാവിൻ്റെ നീലഭസ്മ കൊറിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം അതെടാ തകർത്തടാ.